നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം CPI സമ്മർദ്ദം ശക്തമാക്കിയതിനു പിന്നാലെ. കാട്ടാന ഭീതിയിൽ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ. തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ KSRTC ബസ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൊന്നാനി പയ്യംകുളത്ത് 20 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. CPI സമ്മർദ്ദം ശക്തമാക്കിയതിനു പിന്നാലെയാണ് തീരുമാനം. അതേസമയം ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരുന്നു. ADGPക്കെതിരായ വീഴ്ചകൾ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കും. പൂരം അട്ടിമറിയിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്റലിജൻസ് മേധാവിയും അന്വേഷണം നടത്തും. എന്നിങ്ങനെ 3 അന്വേഷണങ്ങളാണ് തൃശൂർ പൂരം കലക്കലിൽ നടക്കുക. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വിവാദം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. കാട്ടാന ഭീതിയിൽ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ. തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു. വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തു കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ 10ാം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത്. കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിനു പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു. ഇന്നലെ രാത്രി 3:30യോടെ പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തു കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ചവെച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത്. വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ KSRTC ബസ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൊന്നാനി ചെറുവൈക്കര പയ്യംകുളത്ത് പ്രമോദിന്റെ മകൻ 20 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ TKS പുരം ജംഗ്ഷനിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അജിത്ത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു. അപകടത്തിൽ അജിത്തിന്റെ സുഹൃത്ത് മുഹജിസിനും പരിക്കേറ്റിരുന്നു. മാള കാട്ടിക്കരക്കുന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ 1-20 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന് സമീപം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൃഗാശുപത്രി എന്നിവയും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭകളിൽ ഉൾപ്പെടെ പരാതി ഉന്നയിച്ചിട്ടും പരിഹാരമുണ്ടാക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിഷേധ ധർണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കരീം മഞ്ഞൾ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സോയ് കോലഞ്ചേരി, സുരേന്ദ്രൻ കണ്ണങ്കാട്ടിൽ, ഗോപി പാണ്ഡ്യാലക്കൽ, പീറ്റർ പഴയാറ്റിൽ, ലോറൻസ് വലിയ വീട്ടിൽ, ജോയ് ചക്കാലമറ്റത്ത്, ഗോകുൽനാഥ്, അജയൻ കാട്ടിക്കരക്കുന്ന് എന്നിവർ സംസാരിച്ചു. അന്നമനട പഞ്ചവാദ്യത്തിന് ആധികാരികതയും ജനകീയതയും പകർന്ന അന്നമനട ത്രയങ്ങളുടെയും അന്നമനട ജൂനിയർ പരമേശ്വരന്മാരുടെയും സ്മരണകൾക്ക് മുന്നിൽ വാദ്യാഞ്ജലി അർപ്പിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രമുറ്റത്താണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത്. അന്നമനട ത്രയം അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണവും വാദ്യാഞ്ജലിയും നടന്നത്. ദീർഘകാലം കലാമണ്ഡലത്തിൽ തിമില അധ്യാപകനും വകുപ്പ് മേധാവിയുമായിരുന്ന അന്നമനട സീനിയർ പരമേശ്വരമാരാർ പുതുതലമുറയ്ക്കായി ചിട്ടപ്പെടുത്തിയ 1796 പതികാലങ്ങളുടെ അപൂർവ മേളപ്പെരുക്കമാണ് വാദ്യാഞ്ജലിയായി ആസ്വാദകരുടെ മനം കവർന്നത്.
സീനിയർ പരമേശ്വരമാരാർക്കു പുറമെ പഞ്ചവാദ്യത്തിന് ഇന്ന് കാണുന്ന ചിട്ടവട്ടങ്ങളും ജനകീയതയും പകർന്ന അച്യുതമാരാരുടെയും പീതാംബരമാരാരുടെയും സ്മരണകളുമായാണ് മേളപ്രേമികൾ ക്ഷേത്രമുറ്റത്തൊത്തുകൂടിയത്. ഇവർക്കു പുറമെ അടുത്ത കാലത്ത് വിട പറഞ്ഞ അന്നമനടയുടെ പഞ്ചവാദ്യപ്പെരുമ നിലനിർത്തിയ അന്നമനട പരമേശ്വരമാരാർ ജൂനിയറിന്റെ സ്മരണകളും പങ്കുവച്ചു. വാദ്യാഞ്ജലിക്ക് അന്നമനട മുരളീധരമാരാർ പ്രമാണിത്വം വഹിച്ചു. മീഡിയ ടൈം മാള. പുത്തഞ്ചിറ ചിലങ്ക കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് തുടക്കമായി. ഒക്ടോബർ 2 മുതൽ 13 വരെ വിവിധ പരിപാടികളോടെയാണ് ഗ്രാമോത്സവം നടക്കുന്നത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. വെള്ളങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിബി അനിൽ, ഷംസു വെളുത്തേരി, രാജേഷ് അപ്പാട്ട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി രക്ഷാധികാരി സിദ്ദിഖ് ഹാജി പതാക ഉയർത്തി. തുടർന്ന് പരിസ്ഥിതിയുടെ വെല്ലുവിളി എന്ന വിഷയത്തിൽ PK വേണുഗോപാൽ സംസാരിച്ചു. ആർട്ട് മെറ്റീരിയൽ കൊണ്ട് 12 അടി വലിപ്പമുള്ള ഗാന്ധി ചിത്രം നിർമ്മിച്ച് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. ആലപ്പുഴയിലുള്ള ക്യാച്ചി ക്രാഫ്റ്റ് എന്ന ആർട്ട് മെറ്റീരിയൽ ഷോപ്പിനുള്ളിലാണ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് തന്റെ 96ാമത് മീഡിയമായ ആർട്ട് മെറ്റീരിയൽ കൊണ്ട് 12 അടി വലിപ്പത്തിൽ ചിത്രം തീർത്തത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഡാവിഞ്ചി സുരേഷിന്റെ കൂടെ ക്യാമറാമാൻ സിംബാദും രാകേഷ് പള്ളത്തും ഗാന്ധി ജയന്തി ദിവസം രാവിലെ ആലപ്പുഴയിലെത്തുകയും കളർ പെൻസിൽ, ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽ, വാട്ടർ കളർ, അക്രിലിക് തുടങ്ങി 100ൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ട് ക്രാഫ്റ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് 6 മണിക്കൂർ കൊണ്ടാണ് ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളായ കലേഷ് പൊന്നപ്പൻ, ഫിലിപ്പ് റോയ് എന്നിവരുടെ ഷോപ്പിൽ വ്യത്യസ്തമായ ചിത്രം നിർമ്മിച്ചത്. ഡാവിഞ്ചി സുരേഷിന്റെ 96ാമത് മീഡിയമായിട്ടാണ് 12 അടി വലിപ്പത്തിൽ ചിത്രം തീർത്തത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. അന്നമനട വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് വയോജന ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം അതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്ന യോഗത്തിലാണ് വാർഡ് തലത്തിലും മറ്റ് പെൻഷനേഴ്സ് സംഘടനകളടക്കമുള്ള വിവിധ സംഘടനകളുടെ വയോജന ദിനാഘോഷം നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് 3-ാം തീയതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തെ മുതിർന്ന അംഗങ്ങളുടെ സംഗമവും നിയമപരിരക്ഷയെക്കുറിച്ചുള്ള ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വയോജന സംഗമം നടന്നത്. കഴിഞ്ഞ വർഷം വയോജന സംഗമത്തിലാണ് കേരളത്തിനകത്ത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും എന്ന വിഷയത്തിൽ മുകുന്ദപുരം TLSC പാനൽ അഡ്വക്കേറ്റ് ശ്രീരേഖ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ CA ഫ്രാൻസിസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, സുരേഷ് കുമാർ, KA ഇക്ബാൽ, ഡേവിസ് കുര്യൻ, CK ഷിജു, സുനിത സതീശൻ, ലളിത ദിവാകരൻ, ICDS സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം CPI സമ്മർദ്ദം ശക്തമാക്കിയതിനു പിന്നാലെ. കാട്ടാന ഭീതിയിൽ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ. തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൊന്നാനി പയ്യംകുളത്ത് 20 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.